ഒന്ന്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോൻ. ഗ്രീസിലെ അഥൻസിൽ ആധുനിക ഒളിമ്പിക്സ് തുടക്കമായത് ഏതു വർഷമാണ്? ഗ്രീസിലെ അഥൻസിൽ ആധുനിക ഒളിമ്പിക്സിന് തുടക്കമായത് ഏതു വർഷമാണ്? 1896. അടൂർ ഗോപാലകൃഷ്ണൻ നേതൃത്വത്തിൽ 1965 രൂപം കൊണ്ട ഫിലിം സൊസൈറ്റി ഏത്? അടൂർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ 1965 രൂപം കൊണ്ട ഫിലിം സൊസൈറ്റി ഏത്? ചിത്രലേഖ ഫിലിം സൊസൈറ്റി. വയലാർ രാമവർമ്മ രചിച്ച പുരുഷാന്തരങ്ങളിലൂടെ എന്ന കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? വയലാർ രാമവർമ്മ രചിച്ച പുരുഷാന്തരങ്ങളിലൂടെ എന്ന കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? യാത്രാ വിവരണം. ഏഷ്യൻ ഗെയിംസ് എന്ന ആശയം രൂപപ്പെടുത്തിയതിലെ പ്രധാന ജാലകശക്തിയായ ആരെയാണ് ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്? ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഗുരുദത്ത് സോന്തി. ഇന്ത്യൻ ഫുട്ബോൾ ടീം ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് എവിടെ നടന്ന ഒളിമ്പിക്സിലാണ്? ഇന്ത്യൻ ഫുട്ബോൾ ടീം ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് എവിടെ നടന്ന ഒളിമ്പിക്സിലാണ്? 1948 ലണ്ടനിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിലെ. ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? കർണം മല്ലേശ്വരി. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആര്? ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആര്? നീരജ് ചോപ്ര. ഒളിമ്പിക്സ് ഹോക്കിയിലെ ഇന്ത്യ എത്ര തവണ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട്? ഒളിമ്പിക്സ് ഹോക്കിയിലെ ഇന്ത്യ എത്ര തവണ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട്? 8 തവണ. ഇന്ത്യയുടെ ദേശീയ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ആയ രഞ്ജി ട്രോഫി ഏറ്റവും കൂടുതൽ തവണ നേടിയ ടീം ഏത്? മുംബൈ ടീം. ലോകത്ത് ആദ്യമായി പൂർണ്ണമായും എത്തനോൾ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന കാർ പുറത്തിറക്കിയ രാജ്യം ഏത്? ലോകത്ത് ആദ്യമായി പൂർണ്ണമായും എത്തനോൾ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന കാർ പുറത്തിറക്കിയ രാജ്യം ഏത്? ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. ഡക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഡക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ആനമുടി. കരാറ്റിൻ ധാരാളമായുള്ള ബീറ്റാ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റമിനായി മാറുന്നത്? കരാറ്റിൻ ധാരാളമായുള്ള ബീറ്റാ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റമിനായി മാറുന്നത്? കരളിൽ വെച്ച്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്കാർക്കും മതിയായ പ്രതിനിധാനം ആവശ്യപ്പെട്ട് നടന്ന സംഭവം ഏത്? സർക്കാർ ജോലികൾ തിരുവിതാംകൂർക്കാർക്കും മതിയായ പ്രതിനിധാനം ആവശ്യപ്പെട്ട് നടന്ന സംഭവം ഏത്? മലയാളി മെമ്മോറിയൽ. ചലച്ചിത്ര അക്കാദമി തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? ചലച്ചിത്ര അക്കാദമി തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? കേരളം. കവിത ചാട്ടവാർ ആക്കിയ കവി. മലയാളത്തിലെ ആദ്യ ജനകീയ കവി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? കവിത ചാട്ടവാർ ആക്കിയ കവി. മലയാളത്തിലെ ആദ്യ ജനകീയ കവി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക ഡയറക്ടർ ആരായിരുന്നു? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക ഡയറക്ടർ ആരായിരുന്നു? NV കൃഷ്ണവാര്യർ. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരുടെ ചരമദിനമാണ് കേരളത്തിലെ വായനാ ദിനമായി ആചരിക്കുന്നത്? കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരുടെ ചരമദിനമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കർ. ഡൽഹി സുൽത്താനേറ്റിന്റെ അന്ത്യം കുറിച്ച യുദ്ധം ഏത്? ഡൽഹി സുൽത്താനേറ്റിന്റെ അന്ത്യം കുറിച്ച യുദ്ധം ഏത്? ഒന്നാം പാനിപ്പട്ടു യുദ്ധം 1526 ഏപ്രിൽ 21. ലോകസഭയുടെ കാലാവധി കഴിഞ്ഞാലും പുതിയ സഭ സമ്മേളിക്കുന്നതുവരെ തുടരുന്നത് ആര്? ലോകസഭയുടെ കാലാവധി കഴിഞ്ഞാലും പുതിയ സഭ സമ്മേളിക്കുന്നതുവരെ തുടരുന്നത് ആര്? സ്പീക്കർ. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ലോകസഭയുടെ അംഗസംഖ്യ 525-ൽ നിന്ന് 545-ആയി ഉയർത്തിയത്? എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ലോകസഭയുടെ അംഗസംഖ്യ 525-ൽ നിന്ന് 545-ആയി ഉയർത്തിയത്? 31-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന കായിക താരം ആര്? ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന കായിക താരം ആര്? PT ഉഷ.
കേരളത്തിൽ മലകളില്ലാത്ത ജില്ല ഏത്? കേരളത്തിൽ മലകൾ ഇല്ലാത്ത ജില്ല ഏത്? ആലപ്പുഴ. മയ്യന്നൂർ പാലം കേരളത്തിലെ ഏതെല്ലാം ജില്ലകളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? മയ്യന്നൂർ പാലം കേരളത്തിലെ ഏതെല്ലാം ജില്ലകളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? തൃശ്ശൂർ, പാലക്കാട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ചൈന. പേരാർ എന്നറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപം നൽകിയത് ആര്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന നൽകിയത് ആര്? പിംഗലി വെങ്കയ്യ. തയ്യാറായിരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സംഘടനയുടേതാണ്? തയ്യാറായിരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സംഘടനയുടേതാണ്? ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? സി രാജഗോപാലാചാരി. തർക്കശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? തർക്കശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അരിസ്റ്റോട്ടിൽ. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആര്? ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആര്? വള്ളത്തോൾ. വന്ദേ മാതരം എന്ന പ്രാർത്ഥനാ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ഏത്? വന്ദേ മാതരം എന്ന പ്രാർത്ഥനാ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ഏത്? സംസ്കൃതം. ഒച്ചിന് എത്ര കാലുകളുണ്ട്? 1. സോണി ഏത് രാജ്യത്തെ ഇലക്ട്രോണിക് ഉൽപ്പന്ന രംഗത്തെ കമ്പനിയാണ്? സോണി ഏത് രാജ്യത്തെ ഇലക്ട്രോണിക് ഉൽപ്പന്ന രംഗത്തെ കമ്പനിയാണ്? ജപ്പാൻ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി ആര്? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി ആര്? വിക്ടോറിയ രാജ്ഞി. കേരള നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പട്ടാമ്പി. ഏതു കലാരൂപത്തിൽ നിന്നാണ് കഥകളി രൂപം കൊണ്ടത്? ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി രൂപം കൊണ്ടത്? രാമനാട്ടം. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ഏത്? നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ഏത്? ചിന്നാർ. ഇന്ത്യൻ കാലാവസ്ഥാ ശാസ്ത്ര ശാഖയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ കാലാവസ്ഥാ ശാസ്ത്ര ശാഖയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ PR പിഷാരടി. ശ്രീരാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനമായ ബേലൂർ ഏത് സംസ്ഥാനത്താണ്? ശ്രീരാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനമായ ബേലൂർ ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏത്? പത്തനംതിട്ട. ഇന്ദിര ആവാസ് യോജന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ദിര ആവാസ് യോജന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാർപ്പിടം. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? ശ്രീ ബാലകൃഷ്ണൻ. ലോകത്തിലെ ആദ്യത്തെ തേക്കുതോട്ടം 1842 ബ്രിട്ടീഷുകാർ ആരംഭിച്ച സ്ഥലം ഏത്? ലോകത്തിലെ ആദ്യത്തെ തേക്കുതോട്ടം 1842 ബ്രിട്ടീഷുകാർ ആരംഭിച്ച സ്ഥലം ഏത്? നിലമ്പൂർ. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം എവിടെ? കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം എവിടെ? തെന്മല. തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം ഏത്? തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം ഏത്? കുളച്ചൽ യുദ്ധം. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശികൾ ആര്? അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശികൾ ആര്? പോർച്ചുഗീസുകാർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന നഗരം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന നഗരം ഏത്? അമൃത്സർ. ഗംഗയും യമുനയും സംഗമിക്കുന്ന സ്ഥലം എവിടെ? ഗംഗയും യമുനയും സംഗമിക്കുന്ന സ്ഥലം എവിടെ? അലഹബാദ്. ഇന്ത്യൻ പ്രസിഡന്റ് അധികാരം ഏൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? ഇന്ത്യൻ പ്രസിഡന്റ് അധികാരം ഏൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഗവർണർ പദവിയിലെത്തിയ ആദ്യ കേരളീയ വനിത? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഗവർണർ പദവിയിലെത്തിയ ആദ്യ കേരളീയ വനിത? ജസ്റ്റിസ് MS ഫാത്തിമ ബീവി. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ ഏത്?
ഇന്ത്യ ആദ്യ ആണവ പരീക്ഷണം നടത്തിയത് എന്ന്? ഇന്ത്യ ആദ്യ ആണവ പരീക്ഷണം നടത്തിയത് എന്ന്? 1974 മെയ് 18. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വിക്രം സാരാഭായ്. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ആസ്ഥാനം എവിടെ? കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ആസ്ഥാനം എവിടെ? തിരുവനന്തപുരം. ഹരിതഗൃഹ പ്രഭാവത്തിനും കാരണമായ വാതകം ഏത്? ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകം ഏത്? കാർബൺ ഡയോക്സൈഡ്. ഇനി വരുന്ന എല്ലാ PSC എക്സാമിനും ഉപകരിക്കുന്ന ചോദ്യങ്ങളാണ്. 60 ചോദ്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. ഇനി വരുന്ന എല്ലാ എക്സാമിനും ഇത് ഉപകരിക്കും. അപ്പോൾ താങ്ക് യു.